ഇവിടെ ഫിക്സ് ചെയ്യല്ലേ? അയ്യടാ, വിഷ്വൽ ഇവിടെ വെച്ച ക്യാപ്ഷനായിട്ട് എങ്ങനെ ബാലൻസ് ചെയ്യും? അതാ കുഴപ്പം. ഭാനുവേട്ടന് എസ്തറ്റിക് സെൻസ് ഇല്ല. എന്നാ പിന്നെ ഇതിനൊക്കെ ചുളുവിന് കാര്യം സാധിക്കാന്ന് വിചാരിക്കാതെ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ പോസ്റ്റ് ചെയ്തൂടെ? ഇലക്ഷന് മതിൽ എഴുന്നവരെ പിടിച്ച് വരയ്ക്കാൻ എത്തിയാലേ ആർട്ട് വർക്ക് മതിലുപോലെ ഇരിക്കും. പ്രതാപം കേൾക്കണ്ട. പിന്നെ കേട്ടാ ഇപ്പൊ വിഴിയും കളയും. ഇത് നോക്ക്, ഇവിടെ വെച്ച ക്യാപ്ഷനും കോപ്പിയൊക്കെ സുഖമായിട്ട് നിൽക്കും. ഞാനും ആദ്യം എടോ, എനിക്കൊരു ഐഡിയ. ഇത് ഇവിടെ ഫിക്സ് ചെയ്താലേ ക്യാപ്ഷനും കോപ്പിയും ഒക്കെ സുഖമായിട്ട് നിൽക്കും. ഹലോ, ഗുഡ് ഈവനിങ് പ്രിന്റ് മീഡിയ. ആർട്ട് വർക്ക് ഇന്നത്തെ കൊറിയറിൽ അയച്ചിട്ടുണ്ടല്ലോ. നാളെ അവിടെ കിട്ടും, ഷുവർ. ഓക്കെ, താങ്ക് യു. ആ ഡ്രീം ഡ്രസ്സസിന്റെ ക്യാമ്പയിന് വേണ്ടി ഏതൊക്കെ മോഡൽസിനെ കാസ്റ്റ് ചെയ്തത്? ഇതിൽ ഒരു പോന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാൻ ഇത് കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ. റെഡിമെയ്ഡ് ഷർട്ടിന്റെ ആഡിന് വേണ്ടി മോഡലായി കാസ്റ്റ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ പറ്റിയ കോന്തന്മാരും ഇതിനകത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. പരസ്യ സ്ഥാപനം നടത്തിയ മാത്രം വരാം, കുറച്ചൊക്കെ സെൻസ് കൂടി വേണം സാറേ. എന്നാ പിന്നെ സെൻസ് ഉള്ളവർ വന്ന് കസേരയിലേക്ക് ഇരിക്കാൻ എത്ര നാളായി ഞാൻ പറയുന്നു. എക്സാം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. പക്ഷേ 1000-1500 തന്ന് പറ്റിക്കാന്ന് വിചാരിക്കണ്ട. 1600 മതിയാവും. അയ്യടാ, ബോംബെ ബേസ്ഡ് കമ്പനികൾ കൊടുക്കുന്ന സാലറി തരണം. ആ ശമ്പളം ഉണ്ടെങ്കിൽ എനിക്കിവിടെ 5 പേരെ പോസ്റ്റ് ചെയ്യാം. എന്നാ ഇതുപോലുള്ള മോഡൽസിനെ വെച്ച് ചതഞ്ഞ പരസ്യം ചെയ്തോണ്ട് ഇവിടെ ഇരുന്നോളാം. പോയാലെങ്ങനെ? നമ്മുടെ ഈ കാര്യങ്ങളൊരു തീരുമാനമാക്കണ്ടേ? ഇന്നത്തെ കൺസൾട്ടിങ് സമയം കഴിഞ്ഞു. അച്ഛൻ വന്ന ഉടനെ ഞാൻ കണ്ണോട്ടിച്ചിറങ്ങിയതാ. അരമണിക്കൂറുള്ളേ പെർമിഷൻ. ഞാൻ പോണു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിടിച്ചോ. ഇതാണോ അരമണിക്കൂർ? അതെ, ഇറങ്ങാൻ നേരത്തെ അച്ഛൻ തടസ്സം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് ശരിയാവില്ലെന്ന്. അവിടെ ചെന്നപ്പോഴോ ഡ്രീം ഡ്രസ്സസിന്റെ MD-യും ചെയർമാനും ഭാനുവേട്ടനായിട്ട് ചൂട് പിടിച്ച ഡിസ്കഷൻ അല്ലേ? അതെ അതെ, ഒരു മുന്നറിയിപ്പില്ലാതെ അവര് വന്നത്. അതുകൊണ്ടാ അരമണിക്കൂർ 1.5 മണിക്കൂറായത്. വല്ലാത്ത ചൂട്. നീ കേറുന്നില്ലേ? ഇല്ലമ്മ, ഏജൻസിയിൽ കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്. ആദ്യം തിരക്ക് കൂട്ടിയതുകൊണ്ട് ഞാൻ കൊണ്ടാക്കാന്ന് വെച്ചത്. പോട്ടെ. മേക്കപ്പെട്ടോളൂ, ഞാനിപ്പോ വരാം. കൺമഷിയുടെ പരസ്യത്തിനുള്ള മോഡലാ. ബാലോട്ടിന് നാണമില്ലേ ഇങ്ങനെ ഓരോ മോഡൽസിന് ബൈക്കിൽ വെച്ചോണ്ട് ഊര് ചുറ്റാൻ? ഇല്ല, ചുമ്മാ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. പറയുന്നവര് പറയട്ടെ. കാറ്റ് പോകുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റും. എന്നാൽ ഇവിടെ വരെ ബൈക്കിൽ കൊണ്ടുവരുന്നേ പറ്റുമല്ലേ? അവൾ ഇനി ഒരുങ്ങി ചമഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു നേരം ആവും. ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് കൊടുത്താൽ പ്രിന്റ് അടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോരാന്ന് വെച്ചത്. പിന്നെ നിന്നെ ആരോ പെണ്ണാണെന്നു കേട്ടു. എങ്ങനെയുണ്ട് കക്ഷി? കാര്യം പറയാന്ന് വെച്ച് 8 മണി മുതൽ കാത്തു നിൽക്കുക. എന്നാ പിന്നെ സമയം കളയണ്ട. പറഞ്ഞേ. കാണുന്ന പെമ്പിളയുടെയൊക്കെ പറയാൻ നടക്കുന്ന ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലെങ്കിൽ പറയണ്ട. അതെ, നിങ്ങളുടെയൊക്കെ പാവം കണ്ട എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത മട്ടുണ്ടല്ലോ. പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ അതിന്റേതായ ഒരു ത്രില്ലുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂളായിട്ട് ചെന്ന് നിന്നു കൊടുത്തത്. ഇനി രജിസ്റ്റർ കല്യാണത്തിനാണ് വിധിയെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണ വിവരം പേരൻസ് നിന്നെ അറിയിച്ചതേ ഇല്ലേ? എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ചായ കൊടുത്തിട്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അയ്യടാന്നായിപ്പോയി. എന്റെ ഫാദറിന്റെ അല്പമെങ്കിലും സൗന്ദര്യബോധം കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും ബോറാണോടി? വികൃതമൊന്നുമല്ല, പക്ഷെ ഒരു വില്ലൻ ലുക്കാ. ഒരുമാതിരി ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് നേരത്തെ പോരുന്ന ചില പട്ടാളക്കാരില്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ നിനക്ക് ഇഷ്ടമില്ലെന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ? അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലടി. ജാതകം ചേർന്നിട്ടാണല്ലോ ഇത് നടക്കാൻ. ആ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും ഇതങ്ങ് തെറ്റിക്കോളും. അതുവരെ വക്കീൽ ഈ കേസുകെട്ടായിട്ട് നടന്നോളൂ തന്നെ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അച്ഛനും അവർക്ക് വാക്ക് കൊടുത്തു. എന്നിട്ടും ഭാനുവേട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലാവത്ത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? ആ വക്കീലിന്റെ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ? ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കെന്ത് കല്യാണം മുടക്കല പണി? എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാനൊന്നുമില്ല. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ എന്നെ അയാളുടെ തലയെ കെട്ടിവെക്കണമെന്നാണോ ഭാനുവേട്ടന്റെ ആഗ്രഹം? ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന പോലെ സിമ്പിൾ അല്ല. ഭാവനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, വിവാഹം കഴിക്കാം. ആരും നിയന്ത്രിക്കാൻ വരില്ല.
പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾക്ക് കീഴടങ്ങിയേ പറ്റൂ. മാത്രമല്ല, അത്രയ്ക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു പ്രപ്പോസലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് നന്ദകുമാറിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അയാളെ കുറിച്ചുള്ള ബാനുവേട്ടന്റെ ഒപ്പീനിയൻ അറിയാനല്ല ഞാൻ വിളിപ്പിച്ചത്. എന്തറിയാനാ വിളിപ്പിച്ചത്? അറിയാം. അതല്ല ഞാൻ. മതി മതി, എല്ലാവരുടെ സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഭാനുവേട്ടനും കൂടി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? സങ്കല്പത്തിലുള്ള ഭർത്താവിനെ കുറിച്ച് നീ ഒത്തിരി വീമ്പളക്കി പോയതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കാതിരിക്കണ്ട. നിന്റെ സൗന്ദര്യ സങ്കല്പം കുറച്ച് കടന്നുപോയി, അതാ ഇങ്ങനെ പറ്റിയത്. ഇനി ഇപ്പൊ കഴുത്ത് നീട്ടി കൊടുക്കുന്നതാ മോളെ ബുദ്ധി. അതിന് വേറെ ആളെ നോക്കണം. ഞാനൊരു വഴി പറയാം. എന്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോ ചെയ്തൊരു വിദ്യയുണ്ട്. അങ്ങനെ ചെയ്താലോ? അതെന്താ? കല്യാണ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ അവൾ സധൈര്യം ഭാവി വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. നടന്നതും നടക്കാത്തതുമായ പല കഥകൾ തട്ടിവിടുന്നു. ഭാവി വരൻ ഫ്ലാറ്റ്. പിന്നീട് അയാൾ സന്യസിക്കാൻ പോയെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടത്. ഐഡിയ. അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന് മിസ്റ്റർ നന്ദകുമാർ, അഡ്വക്കേറ്റ് നീ ഇവിടെ വന്നിരിക്കണോ? നിശ്ചയത്തിന് വന്നവരൊന്നും പോയി കഴിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ വിഷമിച്ച് മാറിയിരിക്കുന്നുണ്ട്. അവർക്കെന്ത് തോന്നുന്നു? ഒരു കാര്യം ആലോചിച്ച് സമാധാനമായിട്ട് ചെയ്യില്ല. അതാ നിന്റെ കുഴപ്പം. ഉപദേശിക്കണമെന്നാണോ? അതെ, കുറച്ച് ഉപദേശം കേട്ടെന്ന് കരുതി ഒരു തെറ്റും വരാനില്ല. നീ അങ്ങനെ ഒരു കത്തയച്ചത് ഭയങ്കര ചീപ്പായി പോയി. ഒരു ബ്ലാക്ക് മാർക്കുമായിട്ടില്ല നീ അയാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയെല്ലാം പോകുന്നത്. ആ ഒരു കണ്ണിലൂടെ അയാൾ നീ നിന്നെ കാണൂ. ഏത് കണ്ണിലൂടെ കണ്ടാലും എനിക്ക് പുല്ല. ബാലോട്ടിനൊന്ന് ശല്യം ചെയ്യാൻ എനിക്ക് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല.
എന്റെ ഗോപി സാറേ, നിശ്ചയത്തിനൊക്കെ നാളടച്ച് ക്ഷണിക്കാനൊക്കൂ. കല്യാണത്തിന് ഏതായാലും ഇങ്ങനെയുള്ള പരാതി ഒന്നും കേൾക്കരുത്. ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോഴേ കുറിച്ച് വെച്ചേക്കണം. അതും ആർഭാടമായിട്ടൊന്നും വേണ്ടെന്നാ നന്ദന്റെയും അഭിപ്രായം. ഒന്നോർത്താതെ നല്ലത്. എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനാ. കല്യാണത്തിന് പങ്കെടുക്കാന്ന് പറഞ്ഞാ ഒരു ദിവസം വേസ്റ്റാ. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ആ അതെ, ഈ കാര്യത്തിൽ ഒഴിയാവുന്ന കരുതണ്ട. എങ്ങനെയുണ്ട് മോഡൽ? സാറിന് ഇഷ്ടമായോ? നോട്ട് ബാഡ്. പ്രിന്റ് മീഡിയ ബ്ലോക്ക് ലെറ്റർ വലുതായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാ. ഇൻവിറ്റേഷൻ കാർഡും സദ്യയുടെ ചെലവും ഞാൻ തന്നെ വഹിക്കുമെന്ന് അമ്മാവനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഓഹോ, ആ ചായ കുടി. പഠിക്കുന്ന BA കാണുന്നൊക്കെ പറഞ്ഞാലും ആദരയ്ക്ക് ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സഹധർമ്മിണിയാവാനുള്ള മെച്യൂരിറ്റി അവൾക്കുണ്ടോന്നാണ് എന്റെ ആശങ്ക. കുറച്ച് കുട്ടിത്വമില്ല, പിന്നെ ലൈഫിന് എന്താ ഒരു രസം. എന്റെ പ്രൊഫഷനിൽ ഒരുപാട് ടെൻഷനുണ്ട്. പിന്നെ ഫാമിലി ലൈഫ് കുറച്ച് ലൈറ്റ് ആയില്ലേ മനുഷ്യന് ഭ്രാന്ത് പിടിക്കില്ല. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ അല്ല ആദ്യം മാരേജ് ചെയ്യുന്നതെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടാ. ഇതൊക്കെ പറഞ്ഞ് ഭാനു എന്നെ പേടിപ്പിക്കുകയാണ്. അത്രയ്ക്കൊരു പ്രശ്നക്കാരിയാണോ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്? അയ്യോ അല്ല, നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരിക്കുന്നത് എത്രയായാലും നല്ലതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താങ്ക് യു. ഇപ്പൊ തന്നെ അവളെന്തോ ലെറ്ററോ ഗ്രീറ്റിംഗ് കാർഡോ ഒക്കെ എഴുതി അയക്കാൻ പോകുന്നുണ്ടെന്ന് അവിടെ പറയുന്നത് കേട്ടു. ഉള്ള കുസൃത്തരങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. ഹാൻഡ് റൈറ്റിങ്ങും സാഹിത്യവും ഒക്കെ അറിഞ്ഞിരിക്കാവല്ലോ. വരട്ടെ. വക്കീലല്ലേ, അല്പം കുരുട്ട് ബുദ്ധിമണ്ടയിൽ ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒന്നുകിൽ ആ ലെറ്റർ അങ്ങേർക്ക് കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ കിട്ടിയിട്ടും അങ്ങേരത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇനി നീയായിട്ടത് കുത്തിപ്പൊക്കി വലിയ പ്രശ്നമാക്കാതിരുന്നാ മതി. അതിലെ നീ എന്തിനാ കരയുന്നത്? ഞാൻ അപ്പ തോന്നിയ വിഷമത്തിന് ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും എന്റെ മനസ്സിലിരിക്കത്തില്ല. അതുകൊണ്ടാ. നീ എന്നോട് ക്ഷമിക്ക. അച്ഛനെ അമ്മയും കാണാത്തതിലുള്ള വിഷമമാണെങ്കിൽ നമുക്ക് വീട് വരെ ഒന്ന് പോവാം. വേണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ കുഴപ്പം. പുറത്തേക്ക് ഇറങ്ങിയാൽ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. ഇന്നലെ വിളിച്ചപ്പോ മൂടില്ല എന്ന് പറഞ്ഞു. ഇന്ന് മൂടുണ്ടെങ്കിൽ ഒരുങ്ങ. താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്താ ചായ കുടിക്കാഞ്ഞത്? കുടിക്ക. നന്ദാ, ദേ ഭാനു വന്നിരിക്കുന്നു. കല്യാണത്തിന്റെ അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇന്നാണല്ലോ പൊങ്ങുന്നത്. ജീവിതം ഒന്ന് തുടങ്ങിയിട്ട് വന്ന് ചില്ലും ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഒന്നുമില്ല, ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അത്രേ ഉള്ളൂ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് റെഡിയാവട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് പറ്റുന്നില്ല ഭാനുട്ടാ. നീ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയ നന്ദേട്ടൻ എന്ത് വിചാരിക്കും? ഇത്രയ്ക്ക് വെറുക്കപ്പെടാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്തോ
എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനാവുന്നില്ല. നീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന വെറുപ്പ് മാറണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. അതല്ല, ഇനിയും ആ മനുഷ്യനെ വെറുക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരില്ല. നിങ്ങൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുവഴി വരുമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. പുറത്തു പോകാൻ പലതവണ വിളിച്ചതാ, ഞാൻ പോയില്ല. ഇപ്പോഴും വിളിച്ചിരിക്കുക. എനിക്ക് വയ്യ. എന്താ ആതിരേത്? എന്തുദ്ദേശം നീ ഇങ്ങനെ തുടങ്ങുന്നത്? ബാനു, വാ കാപ്പുടിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ പോകുന്നത്. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. തൊട്ട് നിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കാണെന്ന് പറഞ്ഞു. ഞാൻ സമയം കളയുന്നില്ല. ഞാൻ പോകുന്നുണ്ട്. ആതിര വരുന്ന കാര്യം തീരുമാനമായിട്ടില്ലെന്നാ ആര് പറഞ്ഞു വരുന്നില്ലെന്ന്? ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ, അല്ലേ അമ്മേ? അതെ. നോക്കി നിൽക്കാതെ പോയി റെഡി ആവണേ പോ. ജാതകത്തിൽ പൊരുത്തം കുറച്ച് കൂടുതലാണെങ്കിലും ജീവിതത്തിൽ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആയിട്ടില്ലല്ലേ? ആ, ഇവളുടെ സ്വഭാവ മഹിമയെ പറ്റി ഞാൻ തന്ന സ്റ്റഡി ക്ലാസ് വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ട്, ശരിയാവും. ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്. വക്കീലെന്തി വഴി തള്ളിട്ട് പോയ? അങ്ങനെ വഴി തള്ളിയിട്ട് പോകുന്ന വക്കീലല്ല. ഇവിടെ അടുത്തൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാ. ഇപ്പൊ എത്തും. എത്തിയല്ലോ. എന്റെ അമ്മോ, ഭയങ്കര ആയുസാ. തല്ലി കൊന്നാലും ചാവൂല. ആ നന്ദേട്ടാ, നമുക്ക് ഓഫീസിലൊന്ന് കയറാം. എനിക്ക് മിസ്സിസ് ആതിര നന്ദകുമാറിന്റെ ചെറിയൊരു ഹെൽപ്പ് വേണം. പണ്ടാണെങ്കിൽ ആരോടും ചോദിക്കാതെ പറയാതെ വിളിച്ചോണ്ട് പോകാമായിരുന്നു. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അതിനെന്താ, നമുക്ക് പോകാലോ, അല്ലേ? വന്നോന്ന് ആതിര നന്ദകുമാറിന്റെ ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് മാ. ഇനി ഇപ്പൊ ഓസിനൊന്നും പറ്റില്ല. അത് ശരിയാ. ജോലി ചെയ്യണമെങ്കിലേ ന്യായമായിട്ടുള്ള പേയ്മെന്റ് തന്നെ വരേണ്ടി വരും. പേയ്മെന്റ് തന്നില്ലെങ്കിലും മൈൻഡ് അങ്ങ് പേ ചെയ്തേക്കാം. മതിയോ? നിങ്ങൾ വിട്ടോ, ഞാൻ ബൈക്ക് വന്നോളാം. സാർ, ചന്ദ്രബാനുവിന്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിന് പെട്ടെന്ന് എന്തോ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ തലകറക്കം. നൗ ഷീസ് ഓക്കെ. അഡ്വക്കേറ്റ് നന്ദകുമാറിന് ഒരു ജൂനിയർ ഉണ്ടാകാൻ പോകുന്നു. റിയലി? അകത്തുണ്ട്. ചെല്, ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് പോരാ. ഉറക്കമാണോ? ഏയ്, ഞാൻ കേട്ടത് നേരെ.